പ്രശ്നോത്തര രത്നമാലികയിൽ 41-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ചോദിച്ചു, എവിടെയാണ് വിഷമുള്ളത്? ദുഷ്ടജനത്തിലാണ് വിഷമുള്ളത്. എന്താണ് അശൗചം? മനുഷ്യന്മാരെ സംബന്ധിച്ച് കടമാണ് അശൗചം. കടബാധ്യത വന്നു കഴിഞ്ഞാൽ ശുദ്ധമായി ജീവിക്കാൻ കഴിയുന്നില്ല. കടബാധ്യത വന്നാൽ നമുക്ക് അശൗചമുള്ളവർ എല്ലാ സ്ഥലത്തും പ്രവേശിക്കാൻ അനുവാദം ഇല്ലാത്തവരായിരിക്കുന്നത് പോലെ നമുക്കും എല്ലായിടത്തും കയറി ചെല്ലാൻ പറ്റില്ല, ഉയരാൻ കഴിയില്ല. കടമാണ് ഏറ്റവും വലിയ അശൗചം. തുടർന്ന് ചോദിക്കുകയാണ്, കിം അഭയം? എന്താണ് അഭയം? വേണമെങ്കിൽ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇഹ എന്നുള്ളത് ചേർക്കാം. ഇവിടെ അഭയം എന്താണ്? അല്ലെങ്കിൽ ഉത്തരത്തിൻ്റെ ഭാഗമാകാം ഇഹ. ഇവിടെ ഇഹ വൈരാഗ്യമാണ് അഭയം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗം ഒഴിഞ്ഞ അവസ്ഥയാണ്. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള വിഷയങ്ങളിൽ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, താൻ അനുഭവിച്ചതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ വിഷയങ്ങളിൽ രാഗം ഒഴിഞ്ഞ അവസ്ഥ. രാഗം എന്ന് പറഞ്ഞാൽ സുഖത്തിനായിട്ട് പദാർത്ഥങ്ങളോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് രാഗം എന്ന് പറയുക. ഇതിൻ്റെ നേരെ വിപരീതമാണ് ദ്വേഷം. അത് ദുഃഖഹേതുവാകുമല്ലോ എന്നുള്ളത് കൊണ്ട് വ്യക്തിയെ, വിഷയത്തെ, പദാർത്ഥത്തെ അകറ്റാനുള്ള ഭാവമാണ് ദ്വേഷം. രാഗദ്വേഷങ്ങൾ വിരുദ്ധങ്ങളാണ്. ഇപ്പം രാഗം എപ്പോഴും സുഖത്തിനായിക്കൊണ്ട് പദാർത്ഥങ്ങളോട്, വിഷയങ്ങളോട് അനുശയനം ചെയ്യുന്നത്, ഒട്ടിച്ചേർന്ന് കിടക്കുന്നതാണ് രാഗം. ഈ രാഗം ഒഴിഞ്ഞ അവസ്ഥ എന്ന് വെച്ചാൽ ബാഹ്യവിഷയങ്ങളുടെ നിസ്സാരത മനസ്സിലാക്കി, അഥവാ ബാഹ്യവിഷയങ്ങളിൽ നിന്നല്ല തൻ്റെ സുഖമെന്നും താൻ സുഖസ്വരൂപനാണെന്നുമുള്ള അറിവോടുകൂടി നിത്യാനിത്യ വിവേകത്തിൻ്റെ ഫലമായി ഒരാളിൽ അങ്കുരിക്കുന്ന ഭാവമാണ് വിരക്തി അഥവാ വൈരാഗ്യം. വൈരാഗ്യം ജനിക്കുന്നത് വിവേകത്തിൽ നിന്നാണ്. നിത്യമെന്ത്, അനിത്യമെന്ത് എന്നുള്ള വിവേകം. അപ്പോൾ ഈ വൈരാഗ്യമാണ് അഭയം. വിരക്തന് ഒന്നിൽ നിന്നും ഭയമില്ല. കാരണം വിരക്തൻ തൻ്റെ സുഖത്തിന് ബാഹ്യവസ്തുക്കളെ അല്ല ആശ്രയിക്കുന്നത്. ബാഹ്യവസ്തുക്കളെ ആശ്രയിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഭയവും ദുഃഖവും ശോകവും എല്ലാം ഉണ്ടാവുന്നത്. ഇതര വസ്തുക്കളെ അപേക്ഷിക്കാതെ നിരപേക്ഷനായി കഴിയുന്നവൻ എപ്പോഴും തന്നിൽ നിറഞ്ഞിരിക്കുന്നവനാണ്. അവനൊരിക്കലും ഭയമില്ല. അതുകൊണ്ട് കിം അഭയമിഹ? മറുപടി വൈരാഗ്യം. ഭയമപിക്കും. അടുത്ത ചോദ്യം, ഭയമപിക്കും. ഭയം എന്താണ്? അപ്പോൾ അഭയം വൈരാഗ്യമാണെന്ന് പറഞ്ഞു, എങ്കിൽ ഭയം എന്താണ്? മറുപടി വിത്തമേവ സർവേഷാം. ധനമാണ് ഭയം. സർവേഷാം, എല്ലാവർക്കും. അപ്പോൾ ബാഹ്യമായിരിക്കുന്ന സമ്പത്തുക്കൾ നമുക്ക് വ്യവഹാരസിദ്ധിക്ക് ആവശ്യമാണ്. പണം അനിവാര്യമാണ് വ്യവഹാരസിദ്ധിക്ക്. പണമില്ലെങ്കിൽ വ്യവഹാരസിദ്ധി നടക്കില്ല. പക്ഷേ വ്യവഹാരസിദ്ധിക്ക് അപ്പുറത്തുള്ള ധനം, അത് ദുഃഖമാണ്, ഭയമാണ്. പുത്രാദപി ധനഭാജാം ഭീതി എന്ന് ശങ്കരാചാര്യസ്വാമികൾ തന്നെ ഭജഗോവിന്ദത്തിൽ നമ്മളോട് പറഞ്ഞു തരും. ധനത്തെ മാത്രം ഭജിക്കുന്നവർക്ക്, ധനഭാക്കുകൾക്ക് മക്കളിൽ നിന്ന് പോലും പേടിയാണ്. മക്കൾ പൈസ നശിപ്പിക്കുകയോ, ചോദിക്കുകയോ, കൊണ്ടുപോകുകയോ, മോഷ്ടിക്കുകയോ എന്നൊക്കെയുള്ള ചിന്തയാണ്. അപ്പോൾ ഇവിടെ ധനം വേണ്ട എന്നല്ല സന്ദേശം. വ്യവഹാരസിദ്ധിക്ക് ധനം അനിവാര്യമാണ്. എന്നാൽ വ്യവഹാരത്തിനപ്പുറത്തുള്ള ധനം, വ്യവഹാരസിദ്ധിക്ക് ആവശ്യമുള്ളതിൽ കവിഞ്ഞുള്ള ധനം എപ്പോഴും ഭയകാരണമാണ്. കള്ളം കൊണ്ടുപോകുമോ? ഭയം. രാജാവ് പിടിച്ചെടുക്കുമോ? ഭയം. രാജാവ് എന്ന് വെച്ചാൽ ഭരണാധികാരികൾ. അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവനയ്ക്ക് വന്ന് ചോദിക്കുമോ? ഇങ്ങനെ പല തരത്തിൽ ഭയത്തിന് കാരണമായിട്ടാണ് ധനം ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഭയം എന്നുള്ളതിന് ചോദ്യത്തിന് മറുപടി വിത്തമേവ സർവേഷാം എന്നാണ്. തുടർന്ന് കാ ദുർലഭാ നരാണാം ഹരിഭക്തി പാതകം ച കിം ഹിംസ കോ ഹി ഭഗവത് പ്രിയ സ്യാദ് യോന്യം നോദ്വേജയേദനുദ്വിഗ്നഃ.
കാ ദുർലഭാ നരാണാം ഹരിഭക്തി പാതകം ച കിം ഹിംസ കോ ഹി ഭഗവത് പ്രിയ സ്യാത് യോന്യം നോദ്വേജയേദനുദ്വിഗ്നഃ. കാ ദുർലഭാ നരാണാം, നരാണാം മനുഷ്യന്മാർക്ക്, കാ ദുർലഭ എന്താണ് ദുർലഭമായിട്ടുള്ളത്, ലഭിക്കാൻ വളരെ പ്രയാസകരമായിട്ടുള്ളത് എന്താണ്, ഒട്ടും എളുപ്പമല്ലാത്തത് എന്താണത്? മറുപടി ഹരിഭക്തി. ഹരിഭക്തി ഉണ്ടാവുക എന്നുള്ളത്. അവിടെ ഹരിഭക്തി ഹരഭക്തി എന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഹരിയും ഹരനും ഒന്ന് തന്നെ, ഹരനും ദേവിയും ഒന്ന് തന്നെ. ഏത് ദേവതാഭേദത്തിൽ പറഞ്ഞാലും ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. ആ ഒരു ധാരണ നമുക്ക് വേണം. അതുകൊണ്ട് ഹരി, മഹാവിഷ്ണു, നാരായണൻ എന്നുള്ള അർത്ഥത്തിൽ കേവലം വൈഷ്ണവ ഭാവമോ അല്ലെങ്കിൽ ശിവൻ കേവലം ശൈവഭാവമോ അങ്ങനെയൊന്നും നമുക്ക് എടുക്കേണ്ടതില്ല. ഈശ്വരഭക്തി. ആ ഈശ്വരനെ ഏത് ഭാവത്തിലും ആരാധിക്കാം, ഏത് നാമത്തിലും രൂപത്തിലും ആരാധിക്കാം. അപ്പോൾ ഈശ്വരനിൽ ഉറച്ച ഭക്തി ഉണ്ടാവുക എന്നുള്ളത് അത് വളരെ ദുർലഭമാണ്. പുണ്യത്തിൻ്റെ ഫലമാണ്, ജന്മാന്തര സുഹൃതത്തിൻ്റെ ഫലമാണ്. അതുപോലെ ഈ പ്രപഞ്ച വ്യവസ്ഥയെ ശരിക്ക് നിരൂപണം ചെയ്യുന്നതിലൂടെ അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെയുള്ള സകലത്തെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന വ്യവസ്ഥയെ തിരിച്ചറിയുന്നതിലൂടെ അത്ഭുതകരമായ ഈശ്വര മഹിമയെക്കുറിച്ചുള്ള അവബോധമുണ്ടാവുകയും അത് പരിശുദ്ധമായ ഭക്തിയെ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ ദുർലഭമാണ്. കാരണം പൊതുവേ ജനങ്ങൾ ബാഹ്യവിഷയാസക്തരായി ഇന്ദ്രിയങ്ങൾ പ്രേരിപ്പിക്കുന്ന വഴിയിലൂടെ ഓടി താത്കാലിക വിഷയങ്ങളിൽ മാത്രം രതി ചെയ്ത് കഴിയുന്നവരാണ്. ഈ പ്രപഞ്ചത്തെ കണ്ടാലും അതിന് പിന്നിലുള്ള വ്യവസ്ഥയെക്കുറിച്ച് ഓർക്കാറില്ല. അത്ഭുതകരമായ നിയമവ്യവസ്ഥയുടെ സാന്നിധ്യം അറിഞ്ഞാലും ആ നിയമത്തിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. പിന്നെ ലോകജീവിതത്തിൽ പുണ്യപാപ മിശ്രമായിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്താണ് കഴിയുന്നത്. അതും താത്കാലിക വിഷയങ്ങളാൽ പ്രേരിതരായി അധർമ്മ പരമ്പരകളെ നമ്മൾ ചെയ്തെന്നും വരും. അപ്പോൾ ഇത്തരം പ്രായോഗികതകളൊക്കെ ചിന്തിക്കുമ്പോൾ ശരിയായ ഈശ്വരഭക്തി ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ ദുർലഭമാണ്. അതുകൊണ്ടാണ് കാ ദുർലഭാ നരാണാം എന്ന ചോദ്യത്തിന് ഹരിഭക്തി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം പാതകം ച കിം, എന്താണ് ഏറ്റവും വലിയ പാതകം? പാതകം എന്താണ്? മറുപടി ഹിംസ. ഹിംസയാണ് പാതകം. ഹിംസയാണ്. ഹിംസ എന്ന് പറയുമ്പോൾ അവിടെ ശാരീരികമായി വധിക്കുക എന്ന് മാത്രം എടുക്കരുത്. മറ്റൊരാളെ അപമാനിക്കുന്നത്, മറ്റൊരാളെ കൊല്ലുന്നത് എല്ലാം ഹിംസാദോഷം തന്നെയാണ്. അപ്പം അമ്മയെ അപമാനിച്ചു പറഞ്ഞാൽ അമ്മയെ കൊന്നതിന് തുല്യമായി, അല്ലെങ്കിൽ ഗുരുനാഥനെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ഗുരുനാഥനെ കൊന്നതിന് തുല്യമായി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളതായ ഹിംസയാണ് ഏറ്റവും വലിയ പാതകം. ഇതൊക്കെ മനസ്സിലാക്കി ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടതാണ് എന്ന് താത്പര്യം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.